ഉൾക്കടലിൽ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ശാന്തത കൊണ്ട് മനസ്സ് നിറയ്ക്കുന്ന ഒരു സ്ഥലം. ഇത് ഹലോങ് ബേ. വിയറ്റ്നാമിലെ ഏറ്റവും മനോഹരവും പ്രശസ്തവുമായ ഒരു പ്രകൃതിയുടെ അത്ഭുതം. അതാണ് ഹലോങ് ബേ. 1000-ലധികം വരുന്ന ലൈംസ്റ്റോൺ ദ്വീപുകൾ, മെല്ലെ കടന്നുപോകുന്ന ക്രൂസുകൾ, ഭീമാകാരമായ ഗുഹകൾ, ഇവയെല്ലാം ചേർന്ന മനോഹരമായ ഉൾക്കടലാണ് ഹലോങ് ബേ. ഇതെല്ലാം ആസ്വദിക്കാൻ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു നൈറ്റ് സ്റ്റേ ഉള്ള ക്രൂസാണ്. കടലിൻ്റെ നടുവിൽ നഗരശബ്ദങ്ങളില്ലാതെ വെള്ളത്തിൻ്റെയും കാറ്റിൻ്റെയും ശബ്ദത്തിനൊപ്പം ഒരു രാത്രി ചെലവഴിക്കുന്നത് തന്നെ ഒരു വേറിട്ട അനുഭവമാണ്. ഈ യാത്ര ഞങ്ങൾക്ക് ഇനിയും സ്പെഷ്യലാകാൻ കാരണം ഇതേ ക്രൂസിൽ വെച്ചാണ് ഋത്തുക്കുട്ടിയുടെ 2ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചത്. ഹലോങ് ബേ നൽകിയ ശാന്തതയ്ക്കിടയിൽ ഒരു ചെറിയ ആഘോഷം, ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ഒരു ഓർമ്മ. ഹലോങ് ബേയുടെ സൗന്ദര്യവും ഞങ്ങളുടെ ചെറിയ ആഘോഷവും ഒത്തുചേർന്ന ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്തസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹനോയിലെ ഹോട്ടലിൽ നിന്ന് രാവിലെ 7:15 ഞങ്ങൾ ഇറങ്ങി ഹലോങ് ബേയിലേക്ക് പോവുകയാണ്. ഹനോയ് ഓൾഡ് ക്വാർട്ടറിൽ നിന്ന് ഏകദേശം 170 കിലോമീറ്റർ ദൂരമുണ്ട് ഹലോങ് ബേയിലേക്ക്. 2.5 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് ഹലോങ് ബേ എത്താൻ സാധിക്കുക. ഇതിനായി ക്ലൂക്കിൽ ഹനോയ് ടു ഹലോങ് ലിമോസിനാണ് ബുക്ക് ചെയ്തത്. ഇത് ഹോട്ടൽ പിക്കപ്പ് ടാക്സിയാണ്. ഇവർ ബുക്ക് ചെയ്ത ട്രാവലേഴ്സിൻ്റെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യും. 20 മിനിറ്റിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത ലിമോസിൻ്റെ ഓഫീസിലെത്തി. അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. 8 മണിക്കാണ് ബോർഡിംഗ് ടൈം. കൃത്യം 8 മണിക്ക് തന്നെ വണ്ടി വന്നു. ലഗേജ് എല്ലാം കയറ്റി ഞങ്ങളും കയറി. VIP മിഡിൽ സീറ്റാണ് ബുക്ക് ചെയ്തത്. ആവശ്യത്തിലധികം ലെഗ് റൂമും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളുമാണ് ഉള്ളത്. ഒരാൾക്ക് 1075 രൂപയാണ് ചാർജ്. ഹലോങ് ബേയിൽ 1 നൈറ്റ് സ്റ്റേ ഉള്ള ഒരു ക്രൂസാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. 11 മണിയാണ് ചെക്ക് ഇൻ ടൈം. സമയത്തിന് അവിടെ എത്തുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ 2.5 മണിക്കൂറിലെ യാത്ര വെറും 2 മണിക്കൂറിൽ കവർ ചെയ്ത് കൃത്യം 10 മണിക്ക് ഞങ്ങൾ ഹലോങ് ബേയിലെ ഇൻ്റർനാഷണൽ ക്രൂസ് പോർട്ടിലെത്തി. ഉള്ളിലേക്ക് നടന്ന് ഞങ്ങൾ ബുക്ക് ചെയ്ത ക്രൂസിൻ്റെ ഓഫീസിലേക്ക് നടന്നു. ടിക്കറ്റും പാസ്പോർട്ടും കാണിച്ച് ചെക്ക് ഇൻ ചെയ്തു. ലഗേജ് അവരെ ഏൽപ്പിച്ചു. ഇത് അവർ തന്നെ ക്രൂസിലെ നമ്മുടെ മുറിയിലെത്തിക്കും. ചെക്ക് ഇൻ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ കയ്യിലിടാൻ എല്ലാവർക്കും ഒരു ബാൻഡ് നൽകും. അതിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ക്രൂസിൻ്റെ പേരുമുണ്ടാകും. ഇത് അവിടുത്തെ വെയിറ്റിംഗ് ഏരിയയാണ്. ധാരാളം ആളുകൾക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഒരു വലിയ ഹോളാണിത്. അവിടെ തന്നെ റെസ്റ്റോറൻറ്റുമുണ്ട്. ജ്യൂസും കേക്കും കഴിച്ച് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ 12 മണിയോടെ ബോർഡിംഗ് ആരംഭിച്ചു. പുറത്തേക്ക് നടന്നു. അവിടെ നിന്ന് ഇലക്ട്രിക് ബഗിയിലാണ് ആളുകളെ ക്രൂസിനടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ബഗിയിൽ നിന്നിറങ്ങി ക്രൂസിനടുത്തേക്ക് നടന്നു. ഇതാണ് ഞങ്ങളുടെ ക്രൂസ്. ക്രൂസിൽ കയറുന്ന സമയത്ത് മുകളിലത്തെ നിലയിൽ നിന്നും അവിടുത്തെ സ്റ്റാഫ് പൂക്കൾ വിതറുന്നുണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മുഖം തുടയ്ക്കാനായി നനഞ്ഞ ടവൽ തന്നു. കൂടാതെ വെൽക്കം ഡ്രിങ്കും ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരെയും അവിടുത്തെ ഒരു ഹോളിലിരുത്തി. എന്നിട്ട് അവിടുത്തെ സ്റ്റാഫുകളെ പരിചയപ്പെടുത്തി. പിന്നെ കുറച്ച് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും തന്നു. ഇതാണ് ഡൈനിങ് ഏരിയ. എല്ലാ മുറികൾക്കും ഓരോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടേബിളുണ്ട്. അവിടെ ഇരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ. ഇതാണ് ഞങ്ങളുടെ ടേബിൾ. ലഞ്ചിനുള്ള സമയമായി. ബുഫേ ആണ്. 5 സ്റ്റാർ ഹോട്ടലുകളിലെ പോലെ നിറയെ വിഭവങ്ങളാണ് ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിഭവങ്ങളും വിയറ്റ്നാമീസ് വിഭവങ്ങളും ഉണ്ടിവിടെ.
ഇത് സ്റ്റീംഡ് സ്നെയിൽ കേക്കാണ് കേട്ടോ. ഇത് ചിക്കൻ, ഇത് സ്പ്രിംഗ് റോള്, ഇത് സ്ക്വിഡ്, ഇത് ക്ലാം, ഇത് പോർക്ക് ഷോൾഡർ, ഇത് ഫിഷ് കേക്ക്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ക്രൂസ് മെല്ലെ കടലിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് നടന്നു. റൂമിൻ്റെ മുൻപിലായി ഞങ്ങളുടെ ലഗേജും വെച്ചിട്ടുണ്ട്. ക്രൂസിലെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഞങ്ങളുടെ മുറി. വിശാലമായ ബെഡും ടിവിയും ഡ്രസ്സിംഗ് ഏരിയയുമുണ്ട്. ഇതാണ് ബാത്റൂം. പിന്നെ റൂമിൻ്റെ മെയിൻ ഹൈലൈറ്റായ ബാൽക്കണി. ബാൽക്കണിയിൽ നിന്നാൽ കണ്ണെത്താ ദൂരത്ത് കടലും മലകളും മെല്ലെ സഞ്ചരിക്കുന്ന ക്രൂസുകളും കാണാം. അതേ നിലയിലുള്ള ഓപ്പൺ ഡെക്കാണിത്. ആളുകൾക്കിരിക്കാനുള്ള ബെഞ്ചും താഴത്തെ നിലയിൽ ജക്കൂസിയുമുണ്ട്. 3 മണിയോടെ ആദ്യത്തെ ആക്ടിവിറ്റിയായ ലൂൺ കേവ് വിസിറ്റിന് വേണ്ടിയുള്ള അനൗൺസ്മെൻറ്റ് വന്നു. താല്പര്യമുള്ള ആളുകളെ ചെറിയ ബോട്ടിലേക്ക് കയറ്റി. ഭാഗ്യയും ഋത്തുക്കുട്ടിയും റൂമിൽ റെസ്റ്റ് എടുക്കുന്നത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ലൂൺ കേവിലേക്ക് പോകുന്നത്. ക്രൂസിൻ്റെ പുറകിലായി എപ്പോഴും 2 കുഞ്ഞു ബോട്ടുകൾ ഉണ്ടാകും. ഇതുപോലെ സ്ഥലങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണിവ. അങ്ങനെ ലൂൺ കേവിൻ്റെ അടുത്ത് ബോട്ട് നിർത്തി. അവിടെ നിന്നിറങ്ങി വേറെ റോബോട്ടിൽ കയറി. ഇതിലാണ് കേവിലേക്ക് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ റോബോട്ടിൽ കയറി പോകാം, ഇല്ലെങ്കിൽ സ്വന്തമായി തുഴഞ്ഞ കയാക്കിലും പോകാം. ഒറ്റയ്ക്ക് തുഴഞ്ഞ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായതിനാലാണ് ഞാൻ റോബോട്ടിൽ കയറിയത്. ഈ കാണുന്ന കൂറ്റൻ ചുണ്ണാമ്പ് പാറയുടെ അടിയിലാണ് ലൂൺ കേവ്. പാറയുടെയും വെള്ളത്തിനും ഇടയിലുള്ള ചെറിയ വിടവിലൂടെയാണ് പോകേണ്ടത്. കഴിഞ്ഞ ദിവസം നിൻബിന്നിൽ കണ്ടതുപോലെ തന്നെ 60 മീറ്റർ നീളമാണ് ഈ ഗുഹയ്ക്കുള്ളത്. ഗുഹയുടെ പുറത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ സീറ്റിൽ നിന്ന് താഴെ ഇറങ്ങി ഇരിക്കേണ്ടി വരും. ആ ഭാഗത്ത് ഗുഹയ്ക്ക് ഉയരം വളരെ കുറവാണ്. ഗുഹയുടെ പുറത്തെത്തിയാൽ ചുറ്റിനും ചുണ്ണാമ്പ് പാറകളാൽ വളഞ്ഞ ഒരു ക്ലോസ്ഡ് ലഗൂണിലേക്കാണ് എത്തുക. വേറെ ബോട്ടിലെ യാത്രക്കാർ അവരുടെ ഭാഷയിൽ ഏതോ പാട്ടും പാടുന്നുണ്ട്. കുറച്ചുനേരം തുഴഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ തൊട്ടുമുൻപിലുള്ള ബോട്ട് ഗുഹയിൽ സ്റ്റക്കായി.
ഇനി തിരിച്ച് ക്രൂസിലേക്ക് പോവുകയാണ്. 3:30 തിരിച്ച് ക്രൂസിലെത്തി. ക്രൂസിൽ കയറുമ്പോൾ എല്ലാവർക്കും സ്റ്റാഫ് വെള്ളം കൊടുക്കുന്നുണ്ട്. കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് 4 മണിക്ക് അടുത്ത ആക്ടിവിറ്റിക്ക് പോവുകയാണ്. ഹലോങ് ബേയുടെ മധ്യഭാഗത്തുള്ള ഒരു ഐലൻഡിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ടീ ടോപ്പ് ഐലൻഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1962 ജർമ്മൻ ബഹിരാകാശ യാത്രികനായ ജർമ്മൻ ടീറ്റോ ഹലോങ് ബേ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഐലൻഡിന് ടീ ടോപ്പ് ഐലൻഡ് എന്ന പേര് നൽകിയത്. 3.7 ഹെക്ടറാണ് ഈ ദ്വീപിൻ്റെ വിസ്തീർണം. വലുപ്പം ചെറുതാണെങ്കിലും വളരെ പ്രശസ്തമായ ദ്വീപാണിത്. 1 മണിക്കൂറാണ് നമുക്ക് ഇവിടെ ചെലവഴിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് ബീച്ചും ടീ ടോപ്പ് വ്യൂ പോയിൻറ്റും. നടുക്കടലിലാണെങ്കിലും ആളുകൾക്ക് സുരക്ഷിതമായി നീന്താവുന്ന ഒരു ബീച്ചാണിത്. ഋത്തുക്കുട്ടിയെയും ഭാഗ്യയെയും ബീച്ചിൽ വിട്ട് ഞാൻ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ഈ മലയുടെ ഏറ്റവും മുകളിലായിട്ടാണ് വ്യൂ പോയിന്റ്. ഏകദേശം 450 പടികൾ കയറി വേണം മുകളിലെത്താൻ. തുടക്കത്തിലെ പടികൾ വളരെ വലുതായിരുന്നെങ്കിലും മുകളിലേക്ക് പോകുമ്പോൾ അവ ചെറുതാണ്. കുത്തനെയുള്ള പടികളാണ്. പകുതി കയറുമ്പോഴുള്ള കാഴ്ചയാണിത്. അവസാനം മുകളിലെത്തി. ഇതാണ് വ്യൂ പോയിന്റ്. ഇവിടെ നിന്നാൽ ഹലോങ് ബേയുടെ 360 ഡിഗ്രി പനോരമിക് വ്യൂ ആസ്വദിക്കാം. അവിടെ നിന്ന് താഴേക്ക് നടന്നു. ഇരുപത്തഞ്ച് മിനിറ്റിൽ ഞാൻ വ്യൂ പോയിന്റ് കണ്ട് തിരിച്ചെത്തി. മുകളിൽ നിന്ന് ഋത്തുക്കുട്ടി വെള്ളത്തിൽ കളിക്കുന്നത് കണ്ടു. ഞാനും താഴേക്ക് പോയി. ബീച്ചിൽ ഇറങ്ങാൻ സമയം കിട്ടില്ല എന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ വേറെ ഡ്രസ്സൊന്നും കരുതിയിരുന്നില്ല. ഇനിയും അരമണിക്കൂർ ബാക്കിയുള്ളത് കൊണ്ട് കുറച്ചുനേരം ഋത്തുക്കുട്ടിയുടെ കൂടെ വെള്ളത്തിൽ കളിച്ചു. ബീച്ചിൽ നിന്ന് വരാൻ കൂട്ടാക്കാത്ത ഋത്തുക്കുട്ടിയെയും പൊക്കിയെടുത്ത് ഞാൻ കരയിലേക്ക് ഓടി. ബോട്ടിൽ കയറി തിരിച്ച് ക്രൂസിലേക്ക്. ക്രൂസിലെത്തിയപ്പോൾ പതിവ് പോലെ വെള്ളവും കൂടെ ഫ്രൂട്ട്സും തന്നു. റൂമിൽ ചെന്ന് ഫ്രഷായ ശേഷം ഓപ്പൺ ഡെക്കിലേക്ക് പോയി. ഇന്ന് ഋത്തുക്കുട്ടിയുടെ 2ാമത്തെ ബർത്ത്ഡേ ആണ്. അത് ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വിയറ്റ്നാമിലേക്ക് വന്നത്. ഹലോങ് ബേ അതിന് പറ്റിയ സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഏഴ് മണിക്കാണ് ഡിന്നർ ടൈം. ഓപ്പൺ ഡെക്കിലാണ് ഡിന്നർ വിളമ്പുന്നത്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. സ്റ്റാഫ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടേബിൾ കാണിച്ചു തന്നു. ഡിന്നർ ബുഫേ അല്ല, ഫിക്സ്ഡ് മെനു ആണ്. 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞങ്ങൾ ഓർഡർ ചെയ്ത മെനുവിലെ ഐറ്റംസ് ആണിത്.
ഋതുക്കുട്ടിക്ക് കിഡ്സ് മെനു ആയ സൂപ്പും പാസ്തയുമാണ്. സ്റ്റേജിൽ മ്യൂസിക് ഷോയും നടക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവർ ഋതുക്കുട്ടിക്കുള്ള ബർത്ത്ഡേ കേക്ക് കൊണ്ടുവന്നു. ഋതുക്കുട്ടിക്ക് അത് ശരിക്കും സർപ്രൈസ് ആയിരുന്നു. വിയറ്റ്നാമിലെ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. From India, happy birthday. All together we say, happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday. Thank you for celebrating your birthday here on Ambassador Cruise. Can I invite everyone to say happy birthday at the count of 3? 1, 2, 3. Happy birthday. ഈ ബർത്ത്ഡേ കേക്ക് തികച്ചും ഫ്രീ ആയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ക്ലൂക്ക് വഴി ക്രൂസ് ബുക്ക് ചെയ്യാമെങ്കിലും ഡയറക്റ്റ് ക്രൂസിൻ്റെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പൈസ ക്ലൂക്കിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ക്രൂസിൻ്റെ സൈറ്റിലാണ് ഞങ്ങൾ ഈ സ്റ്റേ ബുക്ക് ചെയ്തത്. നമ്മൾ താമസിക്കുന്ന രാത്രി നമ്മുടെ ബർത്ത്ഡേ ആണെങ്കിൽ ക്രൂസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് അവരെ അറിയിക്കുക. അവർ ഫ്രീ ആയി കേക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലെ ബർത്ത്ഡേ ആഘോഷിക്കാം. അങ്ങനെ ശാന്തമായ കടലിന് നടുവിൽ വെച്ച് ഋതുക്കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. ദൂരെ മാറി വേറെയും ക്രൂസുകൾ കിടക്കുന്നത് കാണാം. ഇത് അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള കാഴ്ചയാണ്. രാത്രിയിൽ മഴ പെയ്തിട്ടുണ്ട്. ഏഴ് മണിക്ക് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ചായ, കോഫി, എന്തെങ്കിലും സ്നാക്കും ലഭിക്കും. 7:30 അന്നത്തെ ആക്ടിവിറ്റിയായ സുങ്സോട്ട് കേവിലേക്ക് കൊണ്ടുപോവുകയാണ്. കുറച്ചു കഴിഞ്ഞ് ബോട്ട് കരയ്ക്ക് അടുപ്പിച്ചു. ഈ കാണുന്ന മലയ്ക്കുള്ളിലെ ഗുഹയാണ് സുങ്സോട്ട് കേവ്. ഹലോങ് ബേയിലെ ബോഹോൺ ഐലൻഡിലാണ് സുങ്സോട്ട് കേവ് സ്ഥിതി ചെയ്യുന്നത്. സുങ്സോട്ട് എന്ന വിയറ്റ്നാമീസ് വാക്കിൻ്റെ അർത്ഥം അത്ഭുതം എന്നാണ്. 1901 ഫ്രഞ്ചുകാരാണ് ഈ ഗുഹ കണ്ടെത്തിയത്. ഹലോങ് ബേയിലെ ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതുമായ ഗുഹകളിലൊന്നാണ് സുങ്സോട്ട് കേവ്. 100-ലധികം പടികൾ കയറി വേണം ഗുഹയുടെ എൻട്രൻസിലെത്താൻ. മുകളിലെത്തിയാൽ ഹലോങ് ബേയുടെ മനോഹരമായ കാഴ്ച കാണാം. ഇതാണ് ഗുഹയുടെ എൻട്രൻസ്. ധാരാളം ആളുകളാണ് ഇവിടെ സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നത്. ഹലോങ് ബേയിലെ ക്രൂസിൽ സ്റ്റേ ചെയ്യാതെ തന്നെ ഹലോങ് ബേ ഡേ ടൂർ എന്ന പാക്കേജ് എടുത്താലും നിങ്ങൾക്ക് ഇവിടം സന്ദർശിക്കാൻ കഴിയും. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗുഹയാണിത്. ആയിരക്കണക്കിന് വർഷമെടുത്തുണ്ടായതാണ് ഈ ഗുഹ. ഈ ഗുഹയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഇത് ആദ്യത്തെ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗത്തേക്കാൾ ചെറുതാണ് ആദ്യത്തെ ഭാഗം. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവുകയാണ്.
കുറച്ച് ഇടുങ്ങിയ വഴിയാണിത്. ഇതാണ് രണ്ടാമത്തെ ഭാഗം. ഒരു സ്റ്റേഡിയം പോലെയുള്ള വലിയ ഗുഹയാണിത്. ഈ പാറയിലെ രൂപങ്ങൾ പലതും മൃഗങ്ങളും പൂക്കളും തുടങ്ങിയ രൂപങ്ങളോട് സാമ്യമുള്ളവയാണ്. ഈ കാണുന്നത് ഒരു കുരങ്ങൻ തൂണിൽ പിടിച്ചു നിൽക്കുന്നത് പോലെയാണ് തോന്നുക. ഗുഹയുടെ മുകൾ ഭാഗത്തിന് തുടർച്ചയായി വെള്ളം തട്ടിയുണ്ടായ ആകൃതിയാണ്. അപ്പോൾ തന്നെ മനസ്സിലാകും എത്രായിരം വർഷങ്ങളെടുത്താണ് ഈ ഗുഹയുണ്ടായതെന്ന്. ഗുഹയ്ക്കുള്ളിലെ ചില ഭാഗങ്ങളിൽ 30 മീറ്ററിൽ കൂടുതൽ ഉയരമുണ്ട്. അത്രയും വലിയ ഗുഹയാണിത്. ഏകദേശം 500 മീറ്റർ നീളമാണ് ഈ ഗുഹയ്ക്കുള്ളത്. അങ്ങനെ ഗുഹ മൊത്തം കണ്ട ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. തിരിച്ച് ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പ്രത്യേകം നിർമ്മിച്ച വഴിയാണിത്. ബോട്ടിൽ കയറി തിരിച്ച് ക്രൂസിലെത്തി. പതിവ് പോലെ എല്ലാവർക്കും വെള്ളവും സെർവ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി. ബുഫേ ആയതുകൊണ്ട് തന്നെ ധാരാളം വിഭവങ്ങളുണ്ട്. ഇവരുടെ ഭക്ഷണത്തിൻ്റെ രുചി പറയാതെ വയ്യ. ഇംഗ്ലീഷ്, വിയറ്റ്നാമീസ്, ഇന്ത്യൻ എന്നിങ്ങനെ പലതരം ഭക്ഷണം ഇവർ സെർവ് ചെയ്യുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് 9:45 ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് താഴെ റിസപ്ഷനിലേക്ക് പോവുകയാണ്. റൂമിൻ്റെ കീ അവിടെ ഏൽപ്പിച്ച് എക്സ്ട്രാ ബില്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേ ചെയ്യണം. അങ്ങനെ ക്രൂസിലെ യാത്ര തീരാൻ പോകുന്ന വിഷമത്തിലാണ് ഞങ്ങൾ. ക്രൂസ് ഹലോങ് ബേ പോർട്ടിൽ അടുപ്പിച്ചു. ക്രൂസിനൊരു ടാറ്റയും കൊടുത്ത് പുറത്തേക്ക് നടന്നു. ഇനി ലഗേജ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റിൽ ലഗേജ് എത്തി. കഴിഞ്ഞ ദിവസത്തെ പോലെ തിരിച്ച് ഹനോയിലേക്ക് ലിമോസിനിലാണ് പോകുന്നത്. മസാജറുള്ള സീറ്റാണിത്. അങ്ങനെ 2 മണിക്കൂർ റെസ്റ്റ് എടുത്ത് ഉച്ചയോടെ ഹനോയിലെത്തി. ഹനോയിൽ നിന്ന് ഇനി ഞങ്ങൾ പോകുന്നത് സാപ്പയിലേക്കാണ്. അതിന് സ്ലീപ്പർ ബസ്സാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ബസ്. ലഗേജൊക്കെ കയറ്റി ഞങ്ങളും കയറി. കയറുമ്പോൾ തന്നെ ഡ്രൈവർ തരുന്ന സഞ്ചിയിൽ ചെരുപ്പിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. ഇതാണ് എൻ്റെ സീറ്റ്. ഒരാൾക്ക് കിടക്കാനുള്ള ബെഡാണിത്. 12Go എന്ന ആപ്പ് ഉപയോഗിച്ചാണ് ബസ് ബുക്ക് ചെയ്തത്. 2 പേർക്ക് 5400 രൂപയാണ് റേറ്റ്. ഈ ബെഡ് മടക്കിയാൽ ചാരിയിരിക്കാനും നിവർത്തിയാൽ കിടക്കാനും കഴിയും. കാലിൻ്റെ വശത്ത് USB പോർട്ടും ടിവിയുടെയും ലൈറ്റിൻ്റെയും സ്വിച്ചുമുണ്ട്. TV വർക്കിംഗ് ആണോ എന്നറിയാൻ ഓണാക്കി നോക്കി. വർക്കിംഗ് ആണ്. നല്ല ഭംഗിയായി LED സ്ട്രിപ്സും കൊടുത്തിട്ടുണ്ട്. തലയുടെ ഭാഗത്ത് ഒരു റീഡിംഗ് ലൈറ്റും USB പോർട്ടുമുണ്ട്. സൈഡിലെ ഗ്ലാസ് മറയ്ക്കാൻ കർട്ടനുമുണ്ട്. ഹനോയിൽ നിന്ന് സാപ്പയിലേക്ക് 310 കിലോമീറ്റർ ദൂരമുണ്ട്. 5.5 മണിക്കൂറത്തെ യാത്ര. അതുകൊണ്ടാണ് സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തത്. ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ സാപ്പയുടെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ബൈ.